ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെമ്മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടാനുള്ള പൊടികളാണ് ഞാൻ ഗരം മസാല പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയോട് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ വെളിച്ചെണ്ണ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ഒരിക്കലും വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കരുത്. ഒന്ന് ശകലം നാരങ്ങ നീരോ അല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരിയോ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം നമ്മുടെ ഈ ചെമ്മീനകത്ത് ഈ മസാലകളെല്ലാം ഒന്ന് പിടിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേന് പെട്ടെന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന പെട്ടെന്ന് തന്നെ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും, ഇല്ലെങ്കിൽ ചെമ്മീൻ വെളുത്ത് കിടക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷമേ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ഫ്രൈ എന്ന് വെച്ചാൽ മീഡിയം പരുവത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഫ്രൈ ചെയ്യാനും ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി, കാരണം ചെമ്മീൻ അധികം വേവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മീഡിയം പരുവത്തിലേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓണെന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ്ട് ഒരു വശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് മീഡിയം തരത്തിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് ചെറിയതായിട്ടൊന്ന് മൂത്തിട്ടേ ഉള്ളൂ, നല്ല ഫ്രൈ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ബാക്കി വേവ് നമ്മളിനിയിപ്പം റോസ്റ്റ് ചെയ്യുമ്പം അതിൽ കിടന്ന് നല്ല ഒന്ന് വെന്ത് കിട്ടിക്കോളും. ചെമ്മീനൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ നമ്മൾ ആ മസാലയിൽ നിന്ന് കളഞ്ഞില്ല, ആ ഒരു പാനിൽ വെച്ച് തന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. 2 സവാള, പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക് നെടുകി കീറിയത്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടും. ഇത് വഴണ്ട് കഴിയുമ്പോഴത്തേന് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂക്കുമ്പോൾ നല്ലൊരു മണം വരത്തില്ല, നല്ലൊരു സ്മെല്ലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കുന്നത് ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചെമ്മീൻ നല്ലപോലെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ചെമ്മീൻ കിട്ടുന്ന സമയമൊക്കെ നമ്മൾ ഇതേപോലെ റോസ്റ്റ് ചെയ്യുക. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ്. ദേ ഇവിടെ നല്ല ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ വഴണ്ട് വരുന്ന സമയത്താണ് നമുക്കിതിനകത്ത് ടൊമാറ്റോ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം മതി. നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ചെമ്മീനല്ലേ വെക്കുന്നത്. 1/2 കിലോ ചെമ്മീന് പിന്നെ 1 ടൊമാറ്റോ ഒക്കെ. അപ്പോൾ നമുക്കിത് നല്ല ഒന്ന് മിക്സ് ചെയ്യണം. പിന്നീട് ഇത് നല്ല ഒന്ന് വേവിച്ചെടുക്കണം. ഈ ടൊമാറ്റോ നല്ല ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യമേ മീഡിയം പരുവത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കുന്നതിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ കൊഞ്ചിനുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഞാനിത് കാലാക്കിയത് നേരത്തെ നമ്മൾ പുരട്ടി വയ്ക്കാൻ വേണ്ടി കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് തന്നെ ചേർക്കുക. കുരുമുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് ഭയങ്കര എരിയായിരിക്കും. അപ്പോൾ എരി പിടിക്കാനുള്ള ചെമ്മീനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മുളക് പൊടി 1 ടീസ്പൂൺ ഇടുക. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഇടുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. പിന്നെ കുറച്ചുകൂടെ ഗരം മസാല, ഒരു പിഞ്ച് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും
ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. അത് വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ പുരട്ടി വയ്ക്കാൻ നേരം മല്ലിപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇഷ്ടമുള്ളവർ ഇത്തിരി ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ലൊരു മണമൊക്കെ കിട്ടും. അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ, ഈ പൊടികളെല്ലാം ഇതിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്കിനി കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി നമ്മൾ കൂടുതൽ ചേർക്കും. ചെമ്മീനല്ലേലും ചെമ്മീൻ റോസ്റ്റിന് നമ്മൾ കുരുമുളക് പൊടി കുറച്ച് മുമ്പിൽ നിൽക്കണം. അപ്പോൾ ഇതിനകത്ത് വേറെ പുളികളൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ഞാൻ തക്കാളി ചേർത്തിട്ടുള്ളതുകൊണ്ട് തക്കാളിയുടെ ഒരു പുളിയൊക്കെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പുരട്ടി വയ്ക്കുന്ന സമയത്ത് നാരങ്ങ നീരും അല്ല ഇത്തിരി വിനാഗിരി കൂടെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല, ഞാൻ അതിന് വരെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചെമ്മീന് ബാക്കി വേവ് കൂടെ ഉണ്ടല്ലോ, അത് ഇതെല്ലാം കൂടെ കിടന്നൊന്ന് വെന്ത് കിട്ടണമല്ലോ. പിന്നെ ഓൾറെഡി തക്കാളിയിൽ നിന്നും സവാളയിൽ നിന്നും ഉള്ള വെള്ളം ഇറങ്ങും. പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. വേവിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ചെമ്മീൻ എടുത്തിട്ടാൽ മതി ഇതിലേക്ക് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തിറങ്ങണം നല്ല. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല ഒന്ന് തിളച്ചിട്ടുണ്ട്, തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനിപ്പോൾ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെമ്മീൻ അങ്ങനെ പൊടിയത്തൊന്നുമില്ല, ധൈര്യമായിട്ട് ഇളക്കിക്കോ കേട്ടോ, കുഴപ്പമില്ല. ഒരുപാട് ഇളക്കണ്ട, ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ വിട്ട് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരിക. ഓക്കെ.